നുണക്കുഴി ഡയറക്റ്റഡ് ബൈ ജീത്തു ജോസഫ്. ജീത്തു ജോസഫ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നേര്, ദൃശ്യം 1, 2 അതുപോലെ തന്നെ ഒരുപാട് ത്രില്ലർ പടങ്ങളൊക്കെ എടുത്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു മൈ ബോസിന് ശേഷം അദ്ദേഹം ചെയ്തൊരു കിടിലൻ കോമഡി ജോണറിൽ വരുന്നൊരു പടമാണ് നുണക്കുഴി. ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങുന്ന പടം. അതായത് നമ്മൾ ഈ വെട്ടം മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ആ വൈബിലുള്ള ഒരു രക്ഷയില്ലാത്ത കൺഫ്യൂഷൻ കോമഡി, സിറ്റുവേഷൻ കോമഡി, വെർബൽ കോമഡി, ഒന്നും പറയേണ്ട, ചിരിച്ചിരിച്ച് പണ്ടാറടങ്ങും. KR കൃഷ്ണകുമാറാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. കാരണം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് എവിടെയെങ്കിലും ഒന്ന് പാളിക്കഴിഞ്ഞാലില്ലേ സിനിമ മൊത്തം ലാഗ് അടിച്ച് പണ്ടാറടങ്ങി പോകും. പക്ഷേ ഈ പടം തുടങ്ങുന്നത് തൊട്ട് അവസാനം വരെ 0 ലാഗാണ്. എങ്ങനെ തുടങ്ങുന്നോ, എപ്പോൾ ഇൻ്റർവെല്ലാകുന്നോ, എങ്ങനെ ക്ലൈമാക്സിലേക്ക് എത്തുന്നോ ഒരു പിടിയും തരില്ല. 0 ലാഗാണ്, 0 ലാഗ്. ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങി പോകും പടം കണ്ടു കഴിഞ്ഞാൽ. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. ബേസിൽ ജോസഫ്, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബൈജു, പിന്നെ നമ്മുടെ മറിമായത്തിലേക്ക് അഭിനയിക്കുന്ന, കോമഡി സ്കിറ്റിലേക്ക് അഭിനയിക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. ഗ്രേസ് ആൻ്റണി, നിഖില വിമൽ, അൽത്താഫ്, ബിനു പപ്പു, സൈജു കുറുപ്പ്, ലെന, അസീസ്, അങ്ങനെ കുറേയധികം താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ ആർട്ടിസ്റ്റുകളെയും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ബേസിൽ ജോസഫിനൊക്കെ അഴിച്ചു വിട്ടിട്ട് അഭിനയിപ്പിക്കുകയായിരുന്നു. അതായത് ഈ സിനിമ ഇത്രയേ ഉള്ളൂ, അതായത് ഒരു ദിവസം നടക്കുന്ന സ്റ്റോറിയാണത്. ഒരു ദിവസം കംപ്ലീറ്റും ഇല്ല, രാത്രിയാണ്. മെജോറിറ്റിയും ഈ സിനിമയുടെ ഭാഗം മൊത്തം രാത്രിയാണ് കാണിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള വർക്ക് കിട്ടും. അതായത് ഓരോ കഥാപാത്രങ്ങൾക്കും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാകും. അത് എങ്ങനെയെങ്കിലൊക്കെ ഒരു ലൂപ്പ് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഒരു ആർട്ടിസ്റ്റിനെ പറയാൻ വിട്ടുപോയി, അത് അജു വർഗീസ് ആണ്. ആ അജു വർഗീസിന്റെ ക്യാരക്ടറും ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആന്റണിയുടെ പേരായിട്ടാണ് വരുന്നത്. നൈസ് ആയിട്ടുള്ള കഥാപാത്രം. നിഖില വിമലിന്റെ കഥാപാത്രം വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ഗ്രേസ് ആന്റണി തകർത്തിട്ടുണ്ട് കേട്ടോ. അത് അവരുടെ ഡയലോഗ് പ്രസന്റേഷനിൽ മാത്രമല്ല, ചില നോട്ടം, ചില എക്സ്പ്രഷനിലൊക്കെ അവർ ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഈ സിനിമയിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് സിദ്ദീഖാണ്. സിദ്ദീഖിന്റെ പ്രകടനം എന്ന് വെച്ചാലില്ലേ ഗംഭീരമാണ്. ചങ്ങായി ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതും ഒരു നടത്തമുണ്ട്, പാലത്തിൽ കൂടെയുള്ള ഇയാളുടെ ഒരു നടത്തമുണ്ട്. എന്റെ പോലെ ചിരിച്ചിട്ട് ഊപ്പാടളകി പോകും. അതൊരു സാധനമായിരുന്നു. ഒരു വല്ലാത്തൊരു മാനേഴ്സ്. അതായത് വെള്ളം അടിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ഇയാൾ വേറൊരു ടൈപ്പാണ്. അയാളെ പുതിയൊരു കഥാപാത്രം പരിചയപ്പെടാൻ വേണ്ടി വരുന്ന സമയത്ത് ഇയാൾ ആദ്യം അവരെ പരിചയപ്പെടുന്ന സമയത്ത് ഇയാളുടെ ഇന്ററാക്ഷൻ രീതിയിലായിരിക്കും. പരിചയപ്പെട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ വിധം മാറും. പിന്നെ അയാളെ ഡീൽ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. ഒരു വല്ലാത്തൊരു കഥാപാത്രം. ഈ സിദ്ദീഖിൽ ചെയ്തിട്ടുള്ള കഥാപാത്രം നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ടാകും. നമുക്ക് തോന്നും ഇയാൾ ഇങ്ങനെയൊക്കെ മാറി വന്നു. അതായത് പരിചയപ്പെടുമ്പോൾ ഒരു രീതിയിലായിരിക്കും, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ആള് മാറിപ്പോവും. വെള്ളം ഒടിച്ചുമ്പോഴത്തേക്ക് ഇയാൾ മൊത്തത്തിൽ മാറിപ്പോവും. പണി വരുന്ന സമയത്ത് ഈ കഥാപാത്രം ആയിരിക്കേയില്ല, മുമ്പുള്ള കഥാപാത്രം ആയിരിക്കേയില്ല. കിടിലമായി തന്നെ കേട്ടിട്ട് സിദ്ദീഖ് ഒരു ഗംഭീരമായിട്ടുള്ള റോളായിരുന്നു കേട്ടോ. മനോജ് കേജനും വളരെ കുറച്ച് റോളേ ഉള്ളൂ. ബൈജു സന്തോഷും വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ രണ്ടാൾക്കാർ നല്ല തകർത്തിട്ടുണ്ട്. ബൈജു ആസ് യൂഷ്വൽ പോലീസ് റോളാണ് വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ മാനേഴ്സ് അറിയാലോ, ചില തഗ്ഗും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലും വരുന്നുണ്ട്. പിന്നെ ബേസിലിന്റെ കാറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ലെയറുള്ള ഒരു കഥാപാത്രമാണ്. അതായത് വളരെ യങ് ആയിട്ടുള്ള, വളരെ യങ് ഏജിൽ തന്നെ മാരീഡ് ആയിട്ടുള്ള, വലിയ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ. അതായത് ഒരു ബിസിനസ് മാഗ്നറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷേ ഈ ചങ്ങായി വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലാഗ് എടുപ്പിക്കാതെ നല്ല നീറ്റായിട്ട് ആ കോമഡി ട്രാക്ക് അതേപോലെ പിടിച്ചു ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ടൊരു പടമാണ്. സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും നമുക്ക് മനസ്സിലാവില്ല. അതായത് നമുക്ക് ശ്വാസം വിടാൻ സമയം കിട്ടില്ല, ചിരിച്ച് വഴിയായി പോകും. അപ്പോൾ ഇത് ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റിയൊരു കിടിലനായിട്ടുള്ള ഒരു പടമാണ്. പക്ക കോമഡി എന്റർടൈനർ ആണ് നുണക്കുഴി. ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ക്രിപ്റ്റും ഡയറക്ഷനും. നമുക്ക് മ്യൂസിക് ഒന്നും ശ്രദ്ധിക്കാനുള്ള സമയം നമുക്ക് കിട്ടൂല. അത് അത്രയ്ക്കും ഗംഭീരമാണ്. അത്രയ്ക്കും ചിരിച്ച് മറിയാനുള്ളതുണ്ട് ഈ സിനിമയിൽ. ഒരു കംപ്ലീറ്റ് ഹ്യൂമർ എന്റർടൈനർ ആണ് നുണക്കുഴി ബൈ ജീത്തു ജോസഫ്.